സ്റ്റോറി ടെല്ലേഴ്സിനെ വളർത്തിയെടുക്കുമ്പോഴും അതാണ് കൺവെൻഷണൽ ഗൈഡ് ഒരു സ്റ്റോറി ടെല്ലറും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഗൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന സ്ഥലത്തിൻ്റെ ആണെന്നുള്ള രീതിയിൽ ഇങ്ങനെ പറഞ്ഞു നടക്കുന്ന ആൾ. മറ്റോലെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വെൽ അവെയർ ആയിരിക്കണം, എന്താണ് എൻ്റെ സൊസൈറ്റി, എന്താണ് അതിന്റെ മൾട്ടിപ്പിൾ പെർസ്പെക്റ്റീവ് ഉണ്ട്. അപ്പം ഞാൻ തന്നെ ഇടയ്ക്ക് പേഴ്സണലി 1-2 ആൾക്കാരെ കൊണ്ട് നടന്നപ്പോൾ അവർക്ക് ചിലപ്പോൾ സ്ഥലം കാണുന്നപ്പോൾ അവർക്ക് മറ്റു പലതിനെ കുറിച്ചായിരിക്കും അറിയേണ്ടി വരും. ഇവിടുത്തെ എക്കോണമീനെ പറ്റിയിട്ട്, ആൾക്കാരെ ഫുഡ് ഹാബിറ്റ്സ്, ഇവിടുത്തെ കമ്മ്യൂണിറ്റീസ്, അതിന്റെ ഹിസ്റ്ററി. കാരണം പലരും പല രീതിയിലാണ് കണക്ട് ചെയ്യുന്നത്. ഒരു ചൈനീസ് ആൾ വന്നു കഴിഞ്ഞാൽ ഇപ്പം ഇവിടെ 1400s മിങ് ഡൈനാസ്റ്റിയുടെ സമയത്ത് ട്രഷർ വോയേജസ് ഉണ്ടായിരുന്നു. ചങ് ഹ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നാവികന്റെ നേതൃത്വത്തിൽ. അത് അവരുടെ ഹിസ്റ്ററിയിലെ ഏറ്റവും വലിയ വോയേജസ് ആണ്. അതിന്റെ ഡെസ്റ്റിനേഷൻ ആദ്യത്തെ 4 മലബാർ ആയിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കഥ അവരോട് പറയാൻ പറ്റുക, സ്വന്തം നാടിനെ പറ്റി നല്ലോണം മനസ്സിലാക്കി അതിനെ പറ്റിയിട്ടുള്ള ഒരു കോംപ്രഹെൻസീവ് പെർസ്പെക്റ്റീവ് ഉള്ള ആൾക്കാർ വളർന്നു നിന്ന് കഴിഞ്ഞാൽ ദേ ദംസെൽഫ് വിൽ ഫിഗർ ഔട്ട് ഇതിനെങ്ങനെ സെല് ചെയ്യണം, ഇതിനെങ്ങനെ ചിലപ്പോൾ ഒരു ബിസിനസ് ആക്കണം, അല്ലെങ്കിൽ എന്താ ഇതിൽ എങ്ങനെ എക്കോണമീനെ ബെനിഫിറ്റ് ചെയ്യുന്ന രീതിയിൽ ആക്കണം, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റീനെ ഇൻവോൾവ് ചെയ്യണം. അപ്പൊ അതിന്റെ ഒരു ഫെസിലിറ്റേറ്റർ റോളെങ്കിലും പോളിസി മേക്കിംഗ് ഒരു ലെവലിൽ നടന്നു കഴിഞ്ഞാൽ